അപ്പൊ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് COVID-19 ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. അങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന മലയാളിയുടെ മുന്നിൽ ഏക പ്രതീക്ഷയും പ്രത്യാശയുമായി നിലവിലുണ്ടായിരുന്നത് നമ്മുടെ ആരോഗ്യ മേഖല തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിഷേധം അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം എന്ന പേരിൽ KSU പ്രവർത്തകർ വലിയ മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുകയാണ്. ഒരു വനിതാ മന്ത്രി എന്ന പരിഗണന പോലും നൽകാതെ വലിയ മർദ്ദനമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കേറ്റ് മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും നെറികെട്ട സമരത്തിന്റെ ഒരു രൂപമാണ് KSU പുറത്തെടുത്തിട്ടുള്ളത്. KSU ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും അവരുടേതായ ആശയപ്രചരണത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് പല വിദ്യാഭ്യാസ ചട്ടങ്ങളും നയങ്ങളും കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ തെരുവിൽ എവിടെയും കാണാത്ത ഒരു സംഘടനയാണ് KSU എന്ന സംഘടന. മാത്രമല്ല കേരളത്തിലെ ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ തമസ്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് KSU. അതുകൊണ്ട് തന്നെ KSU അത്തരം സമര പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല, സംഘടിപ്പിക്കാറില്ല. പക്ഷെ ഇപ്പോ കേരളത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU നടത്തുന്ന സമരങ്ങൾ ചില ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോകത്തിന് മാതൃകയായി ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയും കാണാത്ത രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ പരിപാലന സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഒരു കാരണം പറഞ്ഞും ഒരു സമരത്തിനോ പ്രതിഷേധത്തിനോ യാതൊരു തരത്തിലുള്ള സ്കോപ്പും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്താണ് ഇത്തരമൊരു സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് സമരം എന്ന് ചോദിച്ചാൽ സമരത്തിന് വന്ന KSU പ്രവർത്തകർക്ക് പോലും ബോധ്യമില്ല. നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. നമുക്കൊക്കെ കയ്യെത്താവുന്ന ദൂരത്ത് നമ്മുടെ CHCകൾ അല്ലെങ്കിൽ FHCകളൊക്കെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നല്ല ചിട്ടയോടുകൂടി നയിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മന്ത്രിസഭയിലെ KK ശൈലജ ടീച്ചർ ഉൾപ്പെടെ അത്തരം നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് COVID-19 ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. അങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന മലയാളിയുടെ മുന്നിൽ ഏക പ്രതീക്ഷയും പ്രത്യാശയുമായി നിലവിലുണ്ടായിരുന്നത് നമ്മുടെ ആരോഗ്യ മേഖല തന്നെയാണ്, നമ്മുടെ ആരോഗ്യ വകുപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പലരും COVID പോസിറ്റീവാണെന്ന് അറിയുന്ന ഘട്ടത്തിൽ ആദ്യമായിട്ട് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിലാണ് ആദ്യത്തെ COVID കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചൈന വളരെ വേഗത്തിൽ തന്നെ അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. പല ലോക രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർ മരിച്ചു വീഴുന്നത് മാധ്യമങ്ങളിലും മറ്റു വാർത്താ ഏജൻസികളിലും വരാതിരിക്കാൻ വേണ്ടി വലിയ തോതിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ COVID കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓരോ ആളുകളും COVID പോസിറ്റീവായ ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കാനും മാത്രമല്ല അവരുടെ വീട്ടുപടിക്കൽ ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും ഒക്കെ നാട്ടിലെ സന്നദ്ധ സംഘടനകളും RRT വളണ്ടിയേഴ്സും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ചിട്ടയായി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല അതിലെടുത്തിട്ടുള്ള വലിയ ഒരു പങ്ക് എന്ന് പറയുന്നത് വിസ്മരിക്കാനാവില്ല. കാരണം ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ആശുപത്രി നിറഞ്ഞ് റോഡിൽ ആളുകൾ പായയും ചാക്കും വിരിച്ച് കിടക്കുന്ന സമയത്ത് കേരളത്തിലെ ക്വാറന്റൈൻ സംവിധാനങ്ങളെ പറ്റി പ്രശംസ വലിയ തോതിൽ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ് അതൊക്കെ. മാത്രമല്ല ഒരു COVID കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളെ 108 ആംബുലൻസ് വീട്ടുപടിക്കൽ വരികയും അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുപോയി ആശുപത്രിയിൽ ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയും COVID നെഗറ്റീവ് റിസൾട്ട് കിട്ടിയതിനു ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആർക്കും COVID ബാധിച്ചുകൊണ്ട് കേരളത്തിൽ ചികിത്സ ലഭ്യമാകാതെ മരിക്കില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ശക്തമായി നിലകൊണ്ടതാണ്. ഒരു സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ മക്കൾക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെ ഏക ആശ്രയമായി കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തന്നെയാണ്. മാത്രമല്ല സാമ്പത്തികമായി അത്യാവശ്യം മുന്നാക്കം നിൽക്കുന്ന ആളുകൾ പോലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വളരെ സജീവമായി കേരളത്തിന്റെ ആരോഗ്യ മേഖല ആശുപത്രികളിൽ ആളുകൾ ദിനേന വരുന്നു, മരുന്ന് ആവശ്യത്തിന് ലഭ്യമാകുന്നു, നല്ല ഡോക്ടേഴ്സിന്റെ പരിശോധനയും പരിപാലനവും ലഭിക്കുന്നു, അതുപോലെ തന്നെ ആവശ്യത്തിലധികം മരുന്നുകൾ ലഭ്യമാകുന്നു. അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ സജീവമായി ശക്തമായി നിലകൊള്ളുന്ന സമയത്ത് ഇവിടെ അസ്വസ്ഥപ്പെടുന്ന ചില ആളുകളുണ്ട്, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി ലോബിയാണ്. ആ ആശുപത്രി ലോബിയെ സംബന്ധിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല പൊതുരംഗത്ത് ഇത്രയും ശക്തമായി നിൽക്കുമ്പോൾ അവർക്ക് ആളുകളെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. രോഗികൾ പലപ്പോഴും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് മൂലം
പല സ്വകാര്യ ആശുപത്രികളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പല വൻകിട കമ്പനികളുമാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയെ, ആരോഗ്യ മേഖലയെ ഏറ്റെടുത്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നത് ഒരു ലക്ഷ്യമാണ്. അതിന് കോൺഗ്രസിന് പണം നൽകിയിട്ടുണ്ട് എന്ന് സംശയിക്കണം, മുസ്ലിം ലീഗും അതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട് എന്ന് സംശയിക്കണം. കാരണം അവരുടെ സമരങ്ങൾ അത്രയും വൃത്തികെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പണം വാങ്ങിയതിന്റെ ആ ഒരു വല്ലാത്ത ആവേശത്തള്ളിച്ചയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വകവരുത്തി കളയാം എന്നുള്ള രീതിയിലാണ് സമരങ്ങൾ നടക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം വലിയ തോതിൽ ഉയർന്നു വരേണ്ട ഒരു സമരമാണ് KSU, കോൺഗ്രസ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിച്ചാൽ അവർക്ക് കോടികൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് കേരളത്തിലെ സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കും. അതിനെതിരായി എല്ലാ വിഭാഗം ജനങ്ങളും ശക്തമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.